സ്ത്രീയുടെ ബാധ ഒരു സ്ത്രീ ബാധയായിട്ടിരിക്കുന്നു. പൂർവികമായി ആരാധിച്ചിരിക്കുന്ന സർപ്പക്കാവുകൾ, അങ്ങനത്തെ സമ്പ്രദായങ്ങൾ നശിച്ചു പോവുക, കുലസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദുരിതാവസ്ഥയിൽ പോയി നിൽക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തായിട്ട് വരും? ബാധയായിട്ട് വരും. കാരണം അതൊരു പ്രേതാവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഒരു ആത്മാവിന്റെ ധനഞ്ജയൻ എന്ന് പറയുന്ന ആത്മാവും ധനഞ്ജയൻ എന്ന് പറയുന്നത് നമ്മുടെ ദശമഹാപ്രാണനിലെ ഒരു അംശമാണ്. മാനസികമായിട്ട് ഭയങ്കര വിഭ്രാന്തികൾ വരും. ഈ ചർമ്മരോഗങ്ങൾ സർപ്പദോഷം ഉണ്ടായിട്ട് വരുന്നതിനെക്കാട്ടും 10 ഇരട്ടി എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇവരുടെ സംസാര ശൈലി മാറും, ഇവരുടെ രൂപം, ഭാവം എല്ലാത്തിനും ഒരു മാറ്റം വരും. ഇത് ആ ഒരു ബാധയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. ഇത് കേവലം സർപ്പത്തിൽ മാത്രമല്ല കേട്ടോ, ഇത്തരത്തിലുള്ള ദേവതാ ചൈതന്യങ്ങളുമായിട്ടൊക്കെ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലിതേഷ് പരമേശ്വരനാണ്. നമസ്കാരം. നമസ്കാരം സാർ, ഈ ബാധാദോഷം നമ്മൾ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി കഴിയുമ്പോഴും ഓരോ ആളുകൾക്കും വ്യത്യസ്ത ബാധാദോഷങ്ങളാണ്, അല്ലെങ്കിൽ പ്രേതബാധകളെ പറ്റിയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ബാധാദോഷവും ബാധകളും രണ്ടാണോ, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ബാധകളുണ്ട്? ഈ ബാധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നതാണ്. ബാധയതേ അനേന ഇതി ബാധ എന്നൊക്കെ ഒരു നിയമമുണ്ട്. അപ്പം നമുക്ക് എന്ത് വിഷയം ബാധിച്ചാലും അത് ബാധാദോഷമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാധ എന്നുള്ളതിൻ്റെ ഒരു ടേമിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഇപ്പം നമുക്ക് പലതരം ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ശാപദുരിതങ്ങളുണ്ട്, ദോഷദുരിതങ്ങളുണ്ട്, ബാധാദോഷങ്ങളുണ്ട്, ഇങ്ങനെ പലതുണ്ട്. ഇപ്പം സർപ്പശാപം ഉണ്ടാവാം, നമ്മൾ കേട്ടിട്ടുണ്ട്, സർപ്പശാപ എന്ന് പറയും. അതേപോലെ സർപ്പദോഷം എന്ന് കേട്ടിട്ടുണ്ട്, സർപ്പബാധ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അതേപോലെ തന്നെ ഗന്ധർവശാപമുണ്ട്, ഗന്ധർവദോഷമുണ്ട്, ഗന്ധർവബാധ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ ഇതെല്ലാം ഒന്നൊന്നായിരിക്കും അല്ലേ. പൊതുവേ ഇപ്പം നമ്മൾ ഗന്ധർവശാപമുണ്ട് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഗന്ധർവൻ്റെ ഒരു ദോഷമുണ്ട് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഈ ബാധയും ശാപദുരിതങ്ങളും ദോഷങ്ങളും പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ചില ആൾക്കാർക്ക് വൈവാഹികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വരാം. ഇപ്പോൾ കൂടുതലും ഇപ്പം പുരുഷന്മാർക്കൊക്കെ വരുമ്പോൾ നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ സ്ത്രീ ശാപം കാണാറുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്ത്രീ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ സ്ത്രീയുടെ ബാധ ഒരു സ്ത്രീ ബാധയായിട്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു സർപ്പത്തെ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പോൾ സർപ്പദുരിതം അല്ലെങ്കിൽ സർപ്പദോഷം എന്ന് പറയുന്നൊരു കാര്യം, ഈ ദുരിതവും ദോഷവും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പൂർവികമായി ആരാധിച്ചിരിക്കുന്ന സർപ്പക്കാവുകൾ, അങ്ങനത്തെ സമ്പ്രദായങ്ങൾ നശിച്ചു പോവുക, കുലസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദുരിതാവസ്ഥയിൽ പോയി നിൽക്കും. നമ്മൾ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു സർപ്പസംബന്ധമായിട്ടുള്ള ഒരു എനർജി വേവുമായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക, അത് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ദുർമൃതിപ്പെട്ട ചില പ്രേതാവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പ്രേതത്തെക്കുറിച്ചൊക്കെ മുമ്പുള്ള എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനാണ്, അതൊരു ഇമോഷണൽ വേവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ധനഞ്ജയൻ ഇത്തരത്തിലുള്ള ചില ദേവതാ വിധാനങ്ങളുമായി സംയോജിക്കും. അപ്പോൾ അത് ആ ഒരു ബാധ, അത് അവർക്ക് ഇപ്പം മരിച്ച വ്യക്തികളുടെ അല്ലെങ്കിൽ ആ മരിച്ച ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷന് പൂർവികമായിട്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്തോ ഇത്തരത്തിലുള്ള ഉപാസനാ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത്തരമായിട്ടുള്ള എനർജിയുമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദേവതാ വിധാനങ്ങളുമായിട്ട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തായിട്ട് വരും? ബാധയായിട്ട് വരും. കാരണം അതൊരു പ്രേതാവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടുത്തെ ഒരു ആത്മാവിന്റെ ധനഞ്ജയൻ എന്ന് പറയുന്ന ആത്മാവും ധനഞ്ജയൻ എന്ന് പറയുന്നത് നമ്മുടെ ദശമഹാപ്രാണനിലെ ഒരു അംശമാണ്. അതും ആ ഒരു ദേവതയുമായിട്ട് കോർത്തിണങ്ങുമ്പോൾ മാത്രമാണ് അവിടെ പ്രേതബാധ. അതായത് ആ ദേവതയുടെ ചൈതന്യം കംപ്ലീറ്റ് ആ ദേവതയിലേക്ക് ലയിക്കുകയല്ല. അതായത് ഇപ്പം ധനഞ്ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദശമഹാപ്രാണൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാഗ, കൂർമ്മ, കൃകല, ദേവദത്ത, ധനഞ്ജയൻ എന്ന് പറയുന്ന 5 മഹാപ്രാണൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. അതുകൂടാണ്ട് ഉപപ്രാണന്മാരായിട്ട് വരുന്നതാണ് ഈ ധനഞ്ജയൻ എന്ന് പറയുന്നത്. ധനഞ്ജയൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ വേവാണ്. അതായത് നമുക്കിപ്പം ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഉണ്ടാവുന്ന സന്തോഷമോ ദുഃഖമോ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അത് വളരെ ഇപ്പം എന്തെങ്കിലും ആഗ്രഹം പൂർത്തീകരിക്കാതെ മരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് മരിക്കുന്നവർ. അപ്പോൾ അവരുടെ ആ ഒരു ഇമോഷണൽ വേവാണ് ഈ ധനഞ്ജയൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ വിട്ടുപോകാൻ 41 ദിവസം എടുക്കും. അതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 41 ദിവസം ആചരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇമോഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ആ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ദേവത അതൊരു പക്ഷേ ചിലപ്പോൾ നാഗമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ നാഗവുമായിട്ട് ആ പൂർവ്വജന്മത്തിൽ ബന്ധങ്ങൾ ഉണ്ടാവാം. ഇതൊരു പ്രാണനാണല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ദേവതാ ചൈതന്യവുമായിട്ട് സ്വാംശീകരിക്കാൻ തുടങ്ങും, അതുമായിട്ട് കണക്റ്റഡ് ആവാൻ തുടങ്ങും. അപ്പോൾ
അപ്പോൾ ആ ചൈതന്യത്തിൻ്റെ അംശം കൂടി കലർന്നിട്ടാണ് അതൊരു വ്യക്തിയിൽ ബാധിക്കുക. അങ്ങനെയാണ് ഇത് ബാധയായിട്ട് വരുന്നത്. ഇത് ബാധിക്കുകയാണ്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സർപ്പദോഷം ഉണ്ടാകുന്നവർക്ക് പൊതുവേ കാണുന്ന ചില വിഷയങ്ങളൊന്ന് സന്താന സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ കാണാം, ചർമ്മരോഗങ്ങൾ കാണാം, ഇങ്ങനത്തെ ചില നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇത് ബാധയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ മേഖലകളിലും ഒരേപോലെ ബാധിക്കും. അവർക്ക് മാനസികമായിട്ട് ഭയങ്കര വിഭ്രാന്തികൾ വരും. ഈ ചർമ്മരോഗങ്ങൾ സർപ്പദോഷമുണ്ടായിട്ട് വരുന്നതിനെക്കാട്ടും 10 ഇരട്ടി എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതുപോലെ മാനസിക വിഭ്രാന്തി പോലത്തെ പ്രശ്നങ്ങൾ വരിക, സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് അടിച്ചു തകർന്നു പോവുക, ഇങ്ങനെയൊക്കെ ഈ ബാധാദോഷം ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ബാധ ആണ് നമുക്ക് ഈ ചില സ്ഥലത്തൊക്കെ തുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? ഒരു ട്രാൻസ് സ്റ്റേജിലൊക്കെ പോയി അത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഈ ബാധകൾക്കാണ്. കാരണം ഇതൊരു ഇമോഷണൽ വേവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണനുമായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെയുള്ള ഏതെങ്കിലും ഒരാൾക്കാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക തലത്തെ ഇത് സ്വാധീനിക്കും. അപ്പോൾ ആ മാനസിക തലത്തിൻ്റെ വിഷമങ്ങൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ പ്രേതം, ഇപ്പം ഒരു പ്രേതം വന്നിട്ട് അല്ലെങ്കിൽ ഒരു ബാധ കൂടിയ ഒരാൾ സംസാരിക്കുന്നതെല്ലാം വിഷമമുള്ള കാര്യമല്ലേ? സന്തോഷിച്ച ഒരു കാര്യം പറയില്ലല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ഒരു ബാധയും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു മനസ്സിൻ്റെ അവസ്ഥ, ഈ ഒരു ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇവരിലൂടെ നമുക്ക് പ്രതിഫലിച്ചു കാണുന്നത്. അതായത് ഈ ട്രാൻസ് സ്റ്റേജിൽ വന്ന് ഈ തുള്ളി സംസാരിക്കുന്ന ആൾക്കാരിലൂടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി കണക്റ്റ് ആകുമ്പോഴാണ് ഇത് ബാധയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ബാധയായിട്ട് മാറിക്കഴിയുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിൻ്റെ എക്സ്ട്രീം ലെവലായിട്ടുള്ള ദുരിതങ്ങളാണ് വരിക. അതായത് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ദുരിതം. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ ചില ബാധാദോഷം ബാധിച്ചിട്ടുള്ള ആളുകൾ വേറെ സംസാര ശൈലി മാറും, വേറെ രൂപം, ഭാവം, എല്ലാത്തിനും ഒരു മാറ്റം വരും. അത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു മറ്റൊരു മനുഷ്യന്റെ രൂപത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അതായത് രൂപത്തിലും ഭാവത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു മരിച്ച വ്യക്തിയുമായിട്ട് സാദൃശ്യമുള്ള, അതായത് മരിച്ച വ്യക്തി മനുഷ്യ ഇപ്പോൾ ഒരാൾ മരിച്ചു, അയാളുടെ ആ ഒരു അവസ്ഥയാണ് നമുക്ക് എന്തായി വരുന്നത്, ഈ ഒരു ദേവതാ ചൈതന്യവുമായിട്ട്. പ്രത്യേകിച്ച് ആ ദേവതാ ചൈതന്യം അദ്ദേഹത്തിൻ്റെ കുലത്തിലുള്ളതാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നശിച്ചു കിടക്കുന്ന ദേവതാ ചൈതന്യങ്ങളൊക്കെ ഉണ്ടാവും, അതുമായിട്ട് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവും. മനസ്സിലായോ? കാരണം അതിനും യുക്തി വേണം. അപ്പോൾ ഇത് പെട്ടെന്ന് കണക്റ്റ് ആവുകയും ഇത് രണ്ടും കൂടി ഒരു അവസ്ഥയിൽ വന്നിട്ട് പെരുമാറുകയും ചെയ്യും. അപ്പോൾ ആ മരിച്ച ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ബാധിച്ചിരിക്കുന്ന ആ ഒരു ബാധയുടെ ആ വ്യക്തിയുടേതായിട്ടുള്ള രൂപസാദൃശ്യം പോലെ ഈ ബാധിച്ച വ്യക്തി പെരുമാറാൻ തുടങ്ങും. അവരുടെ സ്കിന്നിലൊക്കെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് വളരെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് പെട്ടെന്ന് ഇരുണ്ടൊരു ഭാവത്തിലേക്ക് വരിക, ഭയങ്കരമായിട്ടൊരു വളർച്ച പോലെ വരിക, ഇങ്ങനെയൊക്കെ കാണാറുണ്ട് നമ്മൾ ബാധിച്ച ആൾക്കാർക്ക്. പിന്നെ അവർ സ്ഥിരമായിട്ട് വൃത്തിയും വെടുപ്പും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു തീരെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് ഇത് ആ ഒരു ബാധയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. ഇത് കേവലം സർപ്പത്തിൽ മാത്രമല്ല കേട്ടോ, ഇത്തരത്തിലുള്ള ദേവതാ ചൈതന്യങ്ങളുമായിട്ടൊക്കെ മൂർത്തിഭാവങ്ങളൊക്കെ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് പല രീതിയിൽ ബാധിക്കാറുണ്ട്. അല്ല, അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ ബാധകൾ കൂടുതലും ആളുകൾ, അതായത് ഒരു ജ്യോതിഷൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്ന ബാധകൾ കൂടുതലും കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. അതെങ്ങനെയാണ് ഈ കുടുംബക്ഷേത്രത്തിലെ ദേവതകളും ഇതേപോലെ തന്നെയാണോ? അത് പെട്ടെന്ന് ബാധിക്കും. കാരണം കുലദേവതകൾ തന്നെ ബാധാവസ്ഥയിൽ പോയിരിക്കുക, പ്രേതാവസ്ഥയിൽ പോയിരിക്കുക എന്ന് പറയും. അതായത് വർഷങ്ങളായിട്ട് അതിന് തേവാരോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ അതിലെല്ലാം മുടങ്ങിക്കിടക്കുക, അവരുടെ പിതൃചൈതന്യങ്ങൾ മുഴുവൻ ദുരിതാവസ്ഥയിൽ പോയിരിക്കുക. അപ്പം അങ്ങനെയുള്ള തറവാടുകളിൽ ഈ എന്താ പറയുക, ഇപ്പോൾ ഒരു തറവാട്ടിൽ ഒരു വ്യക്തി മരിച്ചു, ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പിതൃക്കളായിട്ടുള്ള ആരെങ്കിലുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പിതൃചൈതന്യവും ഈ കുലദേവതയും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ മുമ്പുള്ള മുത്തശ്ശനെ പോലെ പെരുമാറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഈ കുലദേവത തന്നെ ബാധയായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മൾ കേവലം അതൊരു പ്രേത വിഷയമായിട്ട് മാത്രമല്ല കാണുന്നത്, അതിലൊരു ദേവതാ ചൈതന്യവും കൂടി സങ്കേതമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മൂന്നിനെയും വേർപെടുത്തിയാലാണ് നമുക്കിതിലൊരു പൂർണ്ണമായിട്ടുള്ള ഫലത്തിലേക്ക് എത്താൻ പറ്റും. ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, എല്ലാ മേഖലകളിലും ഇത് ബാധിക്കും. നമ്മളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തുള്ളിപ്പറയലും അല്ലെങ്കിൽ കുറേ അലർച്ച ഉണ്ടാക്കലും നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു സെറ്റപ്പ് അല്ല, അല്ലാതെയും ബാധ വരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ ഒരാൾ വിളിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ ഇങ്ങനെ എന്താ പറയുക ഡെസ്പായിരിക്കുക, നേരം ഇവിടുന്ന് എണീറ്റ് അങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റുന്നില്ല. ഇതും ഒരു ബാധാവസ്ഥയാണ്. ഇങ്ങനെ പല മേഖലകളിലും ചെറുത് തൊട്ട് വലുതായിട്ടുള്ള അവസ്ഥകളിൽ വരെ ഇത് ബാധിക്കാം. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്തെടുക്കണം. ഇപ്പോഴത്തെ കാലത്ത് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരികയാണ്. എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ, അതായത് ഇന്ന് കുലദേവത ആചാരങ്ങളോ ക്ഷേത്രാചാരങ്ങളോ ഒന്നുമില്ലാത്ത അവർ അണുകുടുംബങ്ങളായിട്ട് മാറി
വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. ഇത് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അല്ല, ഇതിലിപ്പോൾ നമുക്ക് പല കാരണങ്ങളും കൊണ്ടിട്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളൊരു നല്ല സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്യാം. എന്നിട്ടും മാറാത്ത കുറേ അവസ്ഥകളുണ്ട്, നമ്മളത് പലതും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സുഖമായി പോകുന്നതാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നിട്ടും ഇത് മാറാത്ത പല ആൾക്കാരും ഇങ്ങനത്തെ ചില വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ അത് മാറുന്നതായിട്ട് കാണാറുണ്ട്. അതായത് നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് പല സ്റ്റേജിൽ, ഇപ്പോൾ ആങ്സൈറ്റി പോലത്തെ വിഷയങ്ങളുണ്ടല്ലോ, അവർക്ക് എപ്പോഴും എന്താ പറയുക, ഭാവിയെക്കുറിച്ചായിരിക്കും വേവലാതി അല്ലേ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവർക്കൊരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പം ഒരു ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് അയാൾക്ക് എന്താ ഉണ്ടാവുക, ഞാൻ ഈ ഒരു കാര്യം നേടിയെടുത്താൽ എൻ്റെ ആങ്സൈറ്റി ശരിയാവും എന്നൊരു കൺക്ലൂഷനിലാണ് അവരിയ്ക്കുക. പക്ഷേ ഈ ആങ്സൈറ്റി ഡിസോർഡറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു കാര്യം നേടിയെടുത്താൽ പിന്നെ അടുത്ത ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും ആങ്സൈറ്റി ഉണ്ടാവും. പ്രശ്നം ഈ നേടിയെടുക്കാത്ത കാര്യമായിരിക്കില്ല. അപ്പോൾ അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു വശമാണ്. അപ്പോൾ അത് ആ രീതിയിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു പരിശോധന. ഈ ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് എണ്ണീറ്റ് അപ്പുറത്തേക്ക് പോകാൻ അത്തരത്തിൽ ഡെസപ്പായിട്ട് വീടിനകത്ത് മാത്രം അടച്ചു മൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലുള്ള പഴയകാല ആരാധന ശൈലിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൂർവികമായി ആരാധിച്ചിട്ടുള്ള വിഷയങ്ങൾ ബാധയായിട്ട് വരിക, ഈ ബാധാദോഷം. അതാണ് നമ്മൾ ബാധ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ മറ്റേ കളത്തിലിരുത്തുക, ചൂരിലോണ്ടടിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു മനസ്സിൽ വരുന്ന പിക്ചർ. ഇതല്ല ശരിക്കും. നമ്മൾക്ക് പല മേഖലകളിലും ഇത് ബാധിക്കാം. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പഠിക്കാതാവുക, നല്ല രീതിക്ക് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഒരു കാരണമില്ലാതെ അയാൾ തന്നെ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം കാണിച്ചിട്ട് പൊട്ടിപ്പോവും. അങ്ങനെ വരിക, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ അയാൾ അതിലേക്ക് ശ്രദ്ധിക്കുകയില്ല. അയാൾക്ക് എന്താ പറയുക, അത് നന്നാക്കി എടുക്കണം എന്നൊരു താല്പര്യമില്ല. എന്തൊക്കെയോ ഇങ്ങനെ ഒരു തളർന്നൊടിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥ, എപ്പോഴും ഉറക്കം തൂങ്ങിയ പോലത്തെ ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ബാധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. കേവലം അത് കുലദേവത ദോഷമാണെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല. ആൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും.